അസ്സലാമു അലൈക്കും. 5-ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ 1 മുതൽ 4 വരെയുള്ള പാഠങ്ങളാണ് നമ്മൾ ഇപ്പോൾ റിവിഷൻ നടത്തുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് എന്ത്? സൽസ്വഭാവം. അടുത്തത് അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഡാഷ് പൂരിപ്പിക്കാൻ വേണ്ടി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. ശരിക്കും പറഞ്ഞു പഠിക്കണം, തെറ്റരുത്. ഓരോ ഹർഫും ശ്രദ്ധിക്കണം, എന്നാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുൽഖി. ഇതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി, അതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കണമേ. അർത്ഥം ശ്രദ്ധിക്കണം. അല്ലാഹുവേ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കി, അതുപോലെ എൻ്റെ സ്വഭാവവും നീ നന്നാക്കണമേ. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങളുണ്ടല്ലേ? ആ കാര്യങ്ങൾ ഏതൊക്കെയാണ്? നന്മ അധികരിപ്പിക്കുക, നല്ല വാക്കു പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കുക. ഇതെല്ലാം മനസ്സിലാക്കുക, 1-2 പഠിച്ചു വെക്കുകയും ചെയ്യുക. നന്മ അധികരിപ്പിക്കുക, നല്ല വാക്കുകൾ പറയുക, സംസാരം കുറക്കുക, നന്ദിയുള്ളവനാവുക, സത്യസന്ധത, മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുക. സൽസ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? ബാക്കിയുള്ളത് ഗുരുനാഥന്മാരോടുള്ള കടമകൾ നിർവഹിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ആരെയും ഉപദ്രവിക്കാതിരിക്കുക, വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ ഡാഷ് സൽക്കർമ്മം ചെയ്യുക. ചീത്ത കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ ഡാഷ് മായ്ച്ചു കളയും. ഖാലിഖിൻ നാസ ഡാഷ് ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഈ ഹദീസിൻ്റെ അർത്ഥം: മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. അള്ളാഹു നമ്മെ സദാസമയവും ഡാഷ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവനെ നീ ഡാഷ് അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അൻ തഅബ്ദുല്ലാഹ കഅന്നക ഡാഷ് തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഹദീസ് പഠിച്ചു വെക്കണം. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നമ്മളിപ്പം പറഞ്ഞ ഹദീസ് തന്നെയാണ് അതിൻ്റെ അർത്ഥം.
അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. ഇതിൻ്റെ അർത്ഥം, നീ അള്ളാഹുവിനെ കാണും പോലെ അവന് ഇബാദത്ത് ചെയ്യുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? നിഷ്കളങ്കരായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനല്ലാതെ മനുഷ്യർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഇഖ്ലാസ് എന്നാൽ എന്ത്? അമല് കൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. നോമ്പ് കൊണ്ട് ആരോഗ്യകരമായ നേട്ടം മാത്രം ഉദ്ദേശിക്കുന്നത് ഡാഷ്. ഇഖ്ലാസിന് കോട്ടം വരുത്തും. ഇഖ്ലാസിന് കോട്ടം വരുത്തും. മനസ്സിൻ്റെ രോഗങ്ങൾ ഏതൊക്കെയാണ്? അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, കോപം, ദുശ്ചിന്ത, ലോകമാന്യം, പൊങ്ങച്ചം, ഇതൊക്കെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളാണ്. എന്താണ് തസ്കിയത്തുൽ ഖുലൂബ് എന്ന് പറഞ്ഞാൽ? ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ്. ഒന്നുകൂടി, ദുഷിച്ച വിശ്വാസം, വിചാരം, വികാരം എന്നിവയിൽ നിന്ന് ഖൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, അത് മോശമായാൽ ശരീരം മുഴുവൻ മോശമായി. അപ്പോൾ മുഴുവൻ നന്നായി, അത് ദുഷിച്ചാൽ ഡാഷ്. എന്താണ് വേണ്ടത്? ശരീരം മുഴുവൻ ദുഷിച്ചു, അറിയുക അതാണ് ഖൽബ്. ഖദ് അഫ്ലഹ ഡാഷ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. നിശ്ചയം ഖൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. മനുഷ്യനെ അധികവും നരകത്തിൽ എത്തിക്കുന്ന അവയവമാണ് ഡാഷ്. നാവ്. നാവിൻ്റെ ദോഷങ്ങൾ ഏതൊക്കെയാണ്? ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. ദോഷങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ഏഷണി, പരദൂഷണം, ചീത്ത പറയൽ, ശപിക്കൽ, കളവ് പറയൽ, പരിഹസിക്കൽ. നരകത്തിൽ കൂടുതൽ സ്ത്രീകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. കാരണം എന്താണ്? കാരണം അവർ ശാപം അധികരിപ്പിക്കുന്നവരാണ്. രണ്ടാളുകൾ പരസ്പരം ചീത്ത പറയുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. രണ്ടാൾ പരസ്പരം ചീത്ത പറയുകയും ഒരാൾ മറ്റൊരാളേക്കാൾ കൂടുതൽ പറയാതിരിക്കുകയും ചെയ്താൽ കുറ്റം തുടക്കക്കാരനാണ്. രണ്ടാൾ പരസ്പരം ചീത്ത പറഞ്ഞാൽ കുറ്റം തുടക്കക്കാരനാണ്. എപ്പോൾ? ഒരാൾ മറ്റേയാളേക്കാൾ കൂടുതൽ പറയാതിരുന്നാൽ.
മൻ യളുമൻ ലി മാ ബൈന ലഹിയൈഹി ഡാഷ് വമാ ബൈന റിജ്ലൈഹി അളുമൻ ലുഹു അൽ ജന്ന. ഹദീസ് പഠിച്ചു വെക്കണം. ഒന്നും കൂടി വായിക്കാം നമുക്ക്. മൻ യളുമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അളുമൻ ലുഹുൽ ജന്ന. മൻ യളുമൻ ലി മാ ബൈന ലഹിയൈഹി വമാ ബൈന റിജ്ലൈഹി അളുമൻ ലുഹുൽ ജന്ന. ഈ ഹദീസിന്റെ അർത്ഥം എന്താണ്? ആരെങ്കിലും തൻ്റെ 2 കാലുകൾക്കിടയിൽ ഉള്ളതുകൊണ്ടും 2 താടിയെല്ലുകൾക്ക് ഇടയിലുള്ളതുകൊണ്ടും ഉറപ്പ് നൽകിയാൽ, എന്തുറപ്പ് നൽകിയാൽ? തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പ് നൽകിയാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു. മയ്യളുമല്ലി, ആരെങ്കിലും ഉറപ്പ് നൽകിയാൽ, ജാമ്യം നിന്നാൽ എന്നൊക്കെ പറയാറുണ്ട്. മാ ബൈന ലഹിയൈഹി, അവൻ്റെ 2 താടി എല്ലുകൾക്കിടയിലുള്ളത് കൊണ്ടും എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മുടെ നാവല്ലേ. വമാ ബൈന രിജ്ലൈഹി, 2 കാലുകൾക്കിടയിലുള്ളത് കൊണ്ടും, അതെന്താ? നമ്മുടെ ഗുഹ്യസ്ഥാനം. അതുകൊണ്ടും, ഈ 2 സാധനം കൊണ്ടും അല്ലെ. അളുമൻ ലഹുൽ ജന്ന, തെറ്റുകൾ ചെയ്യുകയില്ല എന്ന് ഉറപ്പ് നൽകിയാൽ അളുമൻ ലഹുൽ ജന്ന, അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് നൽകുന്നു. പഠിച്ചു വെക്കണം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അസ്സലാമു അലൈക്കും.